മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖവും സന്തോഷവും സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, കഴിഞ്ഞ എൻ്റെ ഒരു 3 or 4 വ്ളോഗ്സ് ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും. ഞങ്ങളൊരു ട്രിപ്പ് പോയേക്കുമായിരുന്നു. ഒരു ലോങ് ട്രിപ്പായിരുന്നു കേട്ടോ. ഒരു 8 ദിവസത്തെ ട്രിപ്പ്. ഞങ്ങളൊരു കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ട് തുടങ്ങിയ ട്രിപ്പ് ബുധനാഴ്ച രാവിലെയാണ് അവസാനിക്കുന്നത്. ബുധനാഴ്ച ഒരു 7:30 ആയപ്പോൾ ഞങ്ങൾ വീട്ടിൽ എത്തി. 7:30 ആയിട്ട് വീട്ടിൽ എത്തിയിട്ട് ഒരു 1.5 മണിക്കൂർ ഞങ്ങൾ കിടന്നുറങ്ങി. അത് കഴിഞ്ഞിട്ട് കൊച്ചു സ്കൂളിൽ പോയി, ഞാൻ ഓഫീസിൽ പോയി, ബിബിൻ ഓഫീസിൽ പോയി. യെസ്. അപ്പോൾ എന്താ സംഭവം, നമ്മൾ ട്രിപ്പ് കഴിഞ്ഞിട്ട് വന്ന പെട്ടി ഉൾപ്പെടെ അതുപോലെ ഇരിക്കുന്നുണ്ട്. അപ്പം ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ഞാൻ ഓഫീസിൽ പോകുമായിരുന്നു. ഒന്നും പെട്ടി റെഡിയാക്കാനോ പെട്ടിയിലെ സാധനങ്ങൾ പുറത്തെടുക്കാനോ അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ സെറ്റ് ചെയ്യാനോ ഒന്നും ഇതുവരെ സമയം കിട്ടിയിട്ടില്ല. അപ്പം ബുധൻ കഴിഞ്ഞു, വ്യാഴം കഴിഞ്ഞു, ഇന്നിപ്പോൾ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 3 മണി. ഓഫീസിലെ വർക്കൊക്കെ ഞാൻ ഏകദേശം സെറ്റാക്കി ഫിനിഷ് ചെയ്തു. ഓഫീസ് ടീമിനോടൊക്കെ ടാറ്റ ബൈ ബൈ പറഞ്ഞു. അപ്പം ഞാൻ ഓർത്തു ഓക്കെ, ഇനി ബാക്ക് ടു ട്രാക്ക് വരണമല്ലോ. ടൂറൊക്കെ അവസാനിച്ചു. ഇത്രയും ദിവസം ഞാൻ ഇങ്ങനെ പതുക്കെ ഒരു ടൂറിൻ്റെ ഹാങ് ഓവറിലായിരുന്നു. ഇങ്ങനെ ട്രിപ്പ് പോയ വീഡിയോസൊക്കെ കാണും, ആ ബ്ലോഗ് എഡിറ്റ് ചെയ്യും. വീണ്ടും ഞാൻ തന്നെ ഒരു 100 തവണ അത് പിന്നെയും കാണും. നിങ്ങൾ ആരും അത് കണ്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ആപ്പാടെ 40-42 പേരൊക്കെ കാണുന്നുള്ളൂ. ബട്ട് എനിവേ ഗൈസ്, അതെനിക്കൊരു പ്രശ്നമല്ല. കാരണം എനിക്ക് കാണാൻ വേണ്ടിയിട്ടാണല്ലോ ഞാൻ ഈ വ്ളോഗ്സൊക്കെ എടുക്കുന്നത്. എനിവേ ഗൈസ്, അപ്പം ഇന്ന് ഞാൻ നിങ്ങളെ വീണ്ടും എൻ്റെ കൂടെ കൂട്ടാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഓർത്തു നിങ്ങൾ എൻ്റെ കൂടെ ട്രിപ്പൊക്കെ വന്ന ആൾക്കാരല്ലേ. അപ്പോൾ ട്രിപ്പ് കഴിഞ്ഞിട്ടുള്ള തിരിച്ച് എൻ്റെ വീട്ടിൽ വന്നിട്ടുള്ള എൻ്റെ ആ ഒരു കലാപരിപാടികളും കൂടെ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ അജണ്ട എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് നമുക്ക് ഈ പെട്ടി ഒന്ന് സെറ്റാക്കണം. പെട്ടിയിലെ സാധനങ്ങളൊക്കെ പുറത്തെടുക്കണം, അതെല്ലാം ഒന്ന് റെഡിയാക്കണം. പിന്നെ വീട്ടിലൊന്നുമില്ല കേട്ടോ. വീട്ടിലൊന്നുമില്ല മീൻസ് ഗ്രോസറീസ് ഒന്നുമില്ല. അപ്പോൾ കഴിഞ്ഞ ചൊവ്വാഴ്ച ഞങ്ങൾ ടൂർ പോയതുകൊണ്ട് ആ വീക്കെൻഡ് ഞങ്ങൾ സാധനങ്ങളൊന്നും മേടിച്ചില്ല. കാരണം അപ്പോൾ തിങ്കളും ചൊവ്വയല്ലേ ഉള്ളൂ. പിന്നെ ബുധൻ വ്യാഴം വെള്ളി, പിന്നെ ആ ആഴ്ച കംപ്ലീറ്റ് നമ്മൾ ഇവിടെ ഇല്ല. അപ്പോൾ സാധനം എല്ലാം മേടിച്ച് വെറുതെ വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഗ്രോസറീസ് ഷോപ്പിംഗ് ഒന്നും കഴിഞ്ഞ ആഴ്ച ചെയ്തില്ല. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ സത്യം പറഞ്ഞാൽ വീട്ടിലൊരു സാധനം ഇല്ലായിരുന്നു. 1-2 ദിവസം കഞ്ഞിയും പയറും ഒക്കെ വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയി. ഇനി കഞ്ഞിയും പയറും വെക്കാൻ പോയാൽ ബിബിനും കുച്ചുവിനെ ഓടിക്കും. അപ്പം നമുക്ക് ഫസ്റ്റ് കുറച്ച് ഗ്രോസറി ഷോപ്പിംഗ് ചെയ്യണം. അതിന് മുന്നേ പെട്ടി റെഡിയാക്കണം. പിന്നെന്താ, മൂന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ബിബിൻ എന്നെ ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട്. കുറച്ച് നോട്ടറി പരിപാടികളൊക്കെ. ഞങ്ങളുടെ ഒരു സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇങ്ങനത്തെ ഒഫീഷ്യലായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ബിബിൻ അതൊക്കെ റെഡിയാക്കും, സെറ്റ് ചെയ്യും. അതിൻ്റെ ഫോം ഫില്ല് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ബിബിൻ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഫൈനലി ഇങ്ങനത്തെ ഓരോ കുട്ടി പരിപാടി ഫൈനലി അത് എന്തെങ്കിലും അറ്റസ്റ്റ് ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ അത് പോസ്റ്റ് ചെയ്യണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്നെ ഏൽപ്പിക്കും. അപ്പോൾ ഇന്ന് ബിബിൻ എന്നെ കുറച്ച് ഡോക്യുമെൻറ്റ്സ് നോട്ടറിയിൽ പോയി അറ്റസ്റ്റ് ചെയ്ത് അത് അയക്കാനൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യണം. അങ്ങനെ അപ്പോൾ ഞാൻ ഓർത്തു ഓക്കെ, അപ്പോൾ ഇത് ചിലപ്പോൾ ഞാനിങ്ങനെ ചെയ്യുമ്പോൾ ഇടയ്ക്ക് എനിക്കൊരു ഒരു ഫ്ലോയ്ക്ക് ഒരു കുറവ് വരും. അപ്പോൾ അങ്ങനെ ഒരു ഫ്ലോയ്ക്ക് ഒരു കുറവ് വരാതിരിക്കണമെങ്കിൽ നിങ്ങളെയും എൻ്റെ കൂടെ കൂട്ടാമെന്ന് ഞാൻ വിചാരിച്ചു. ഓക്കെ, ലെറ്റ് us start today's vlog. അപ്പോൾ ഇന്ന് ഒന്നുമില്ല. അപ്പോൾ ലെറ്റ് us start today's vlog. You guys come with me. ഇത് ട്രിപ്പൊന്നുമല്ല, പക്ഷേ എങ്കിലും നമുക്കൊരു ട്രിപ്പ് പോലെ പോയിട്ട് വരാം. പെട്ടി അടുക്കി വെക്കുന്നതിനേക്കാളും മുന്നേ ആയിട്ട് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത് നോട്ടറി പോയിട്ട് സംഭവം അറ്റസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഓടിപ്പോയിട്ട് നോട്ടറി പോയി എല്ലാം റെഡിയാക്കിയിട്ട് വരാം. ഓക്കെ, ഞാൻ അപ്പോൾ വീടൊക്കെ അടച്ച് എല്ലാം സെറ്റാക്കട്ടെ. ഓക്കെ, അതിന് മുന്നേ എനിക്ക് നമ്മുടെ ഹീറ്റർ ഓഫ് ചെയ്യണം. കം ഓൺ ഗൈസ്, ലെറ്റ്സ് ഗോ. ഭയങ്കര തണുപ്പുണ്ട് കേട്ടോ. ഈ വർഷത്തെ ഈ വിൻ്റർ ഇതുവരെ അവസാനിക്കുന്നില്ല. സ്പ്രിങ് തുടങ്ങിയിട്ട് ഇപ്പോൾ 2 ആഴ്ച കഴിഞ്ഞ്. ഇന്നും ഇപ്പോൾ ഭയങ്കര തണുപ്പാണ്. ഞാൻ ഓടിപ്പോയി ഒരു ജാക്കറ്റും കൂടെ എടുത്തു. നോട്ടറി പോകുന്നതിന് മുന്നേ നമുക്ക് ഫസ്റ്റ് ATM പോകണം. കാരണം എന്താണെന്ന് വെച്ചാൽ, നോട്ടറിയിൽ അവർ ക്രെഡിറ്റ് കാർഡ് എടുക്കത്തില്ല. എടുക്കാഞ്ഞിട്ടാണോ അതോ ഇനി ക്രെഡിറ്റ് കാർഡ് കൊടുക്കുമ്പോൾ എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടി വരുന്നതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല. എനിവേ ബിബിൻ എന്നോട് പറഞ്ഞു ക്യാഷുമായിട്ട് പോയാൽ മതി, കാർഡുമായിട്ട് പോകണ്ടെന്ന്. അപ്പം നമുക്ക് ആദ്യമേ പോയിട്ട് ATM പോയിട്ട് കുറച്ച് പൈസ എടുക്കാം. ഓക്കെ, കം വിത്ത് മീ. അപ്പം ഞാൻ ഇവിടുത്തെ ഡ്രൈവ് ത്രൂ ATM എങ്ങനെയാണെന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാം. കാറിനകത്തോട്ട് കയറി കഴിയുമ്പോഴുണ്ടല്ലോ അത്ര ചൂടില്ല. നമ്മൾ പുറത്തിറങ്ങുമ്പോഴല്ല, ചൂടില്ല എന്നല്ല, തണുപ്പില്ല. കാറിനകത്ത് ഒരു ചൂടാണ് കേട്ടോ. സൺലൈറ്റ് അടിക്കുമ്പോൾ കാറിനകം നല്ല ചൂടാവും, പുറത്ത് ഭയങ്കര തണുപ്പാണ്. പിന്നെ ഇവിടെ സ്പ്രിങ് എന്നായിരുന്നു, മാർച്ച് 2nd വീക്കിലായിരുന്നു സ്പ്രിങ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ അതിൻ്റെ യാതൊരുവിധ ലക്ഷണവും കാണാനില്ല കേട്ടോ. എന്ന് വെച്ചാൽ തണുപ്പ് അങ്ങോട്ട് മാറുന്നേ ഇല്ല. തണുപ്പൊന്ന് മാറിയിട്ട് വേണം എനിക്ക് കുറച്ച് പച്ചക്കറി കൃഷിയൊക്കെ തുടങ്ങാനായിട്ട്. കുറച്ച് വിത്തൊക്കെ മേടിച്ച് പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യണം. കഴിഞ്ഞ വർഷം ഞാനിങ്ങനെ പംകിൻ, വെണ്ടയ്ക്ക അങ്ങനെ 1-2 സാധനങ്ങളൊക്കെ കൃഷി ചെയ്തായിരുന്നു. പക്ഷെ ഞാൻ തുടങ്ങിയപ്പം ഇത്
കൃഷി ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേന് ലേറ്റ് ആയിപ്പോയി. അപ്പം എനിക്ക് അധികം നാൾ വിളവെടുക്കാൻ പറ്റിയില്ല. അപ്പം ഇത്തവണ നമ്മൾ നേരത്തെ സീഡൊക്കെ മേടിച്ച് കൃഷി സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഈ തണുപ്പൊന്ന് കുറയട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത്. പക്ഷെ എന്താ പറയുന്നത്, ഈ തണുപ്പ് അങ്ങോട്ട് മാറുന്നത്. ഏകദേശം ATM എത്തിച്ചേരാറായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ നമ്മളിങ്ങനെ കറങ്ങി അവിടെ എത്തും. ഡ്രൈവ് ത്രൂ ATM ആണ് കേട്ടോ ഇവിടെ. ഇപ്പം നമ്മുടെ നാട്ടിൽ ഡ്രൈവ് ത്രൂ ATM ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാനിങ്ങനെ വലിയ സംഭവമൊക്കെ ഇത് കാണിച്ചിട്ട്, അയ്യോ ക്യാമറ ആ സൈഡിലോട്ടായി പോയോ. ഒരു സെക്കൻഡ്, ഞാൻ ക്യാമറ ഒന്ന് തിരിച്ചു വെക്കട്ടെ. യെസ്, ഇതാണ്. ഓക്കെ, ഇതാണ് ഡ്രൈവ് ത്രൂ ATM. അപ്പം നമുക്ക് കാറിൽ തന്നെ ഇരുന്നുകൊണ്ട് എല്ലാ പരിപാടികളും നടത്താം. ഇത് നമ്മുടെ നാട്ടിൽ ഇതിപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. ഞാൻ വലിയ വീമ്പളൊക്കെ ഈ ഡ്രൈവ് ത്രൂ ATM ഒക്കെ കാണിച്ചിട്ട് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് മറന്നേക്കൂ. ഈ ഒരു സ്റ്റോറിയെ മറന്നേക്കൂ. പൈസ എടുക്കാം. ഞാൻ കാർ ഇച്ചിരി ബാക്കിലോട്ടാക്കണം. ഓക്കെ, എന്താ പൈസ വരാത്ത? ഓക്കെ ഗൈസ്, അപ്പം എൻ്റെ ക്യാഷ് എനിക്ക് കിട്ടി. റെസീപ്റ്റ് ഇമെയിൽ മതി. എന്താ അല്ലേ, ഈസി പരിപാടി. പുറകിൽ ആരും വെയിറ്റ് ചെയ്യാത്തതുകൊണ്ട് കൊള്ളാം. അല്ലെങ്കിൽ അവരുടെ വായിരിക്കുന്ന എൻ്റെ ഏട്ടൻ കുറച്ച് നേരം ഞാൻ ഇവിടെ നിൽക്കേണ്ടി വരും. അപ്പം ഞാൻ ഇനി അടുത്തത് നോട്ടറിയിലോട്ടുള്ള വഴി സെറ്റ് ചെയ്യട്ടെ കേട്ടോ. വെയിറ്റ്, എനിക്ക് പോകണ്ടല്ലോ. ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ വ്ളോഗ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് പോകണ്ടേ. എനിക്ക് ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോകാമെന്നുള്ള ഭയങ്കര മടിയാണ്. എനിക്ക് ആരും സംസാരിക്കാനില്ലല്ലോ. ഈ ഒരു സമയമൊക്കെ ആകുമ്പോൾ നാട്ടിലൊക്കെ എല്ലാവരും ഉറങ്ങിക്കാണും. എനിക്ക് ആരെയും ഫോൺ ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കണ്ടുപിടിച്ച ഒരു വഴിയാണ് എൻ്റെ യൂട്യൂബ് ചാനലും എൻ്റെ വ്ളോഗിങ്ങും ഒക്കെ. മെയിനായിട്ടും ഞാൻ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് പോകുമ്പോൾ എനിക്കിങ്ങനെ സംസാരിച്ചുകൊണ്ട് പോകാം. ഈ യൂട്യൂബ് ചാനലുള്ളതുകൊണ്ട് എനിക്കിങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുക. ആരെങ്കിലുമൊക്കെ കേൾക്കുന്നു, ഞാനിങ്ങനെ വിചാരിക്കുന്നു. ഞാനിങ്ങനെ സംസാരിക്കുമ്പോണ്ടല്ലോ എൻ്റെ ഒരു വിചാരം എന്താണെന്ന് വെച്ചാൽ, ഒത്തിരി പേര് ഇതിങ്ങനെ കേൾക്കുന്നുണ്ടെന്നാണ്. അങ്ങനെ ഞാനിങ്ങനെ ഒത്തിരി പേരെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാൻ അങ്ങനെ സംസാരിക്കുന്നത്. എനിവേ ഗൈസ്, ഇനി നമ്മളെവിടെയാണ് പോകുന്നത്? നമ്മുടെ നോട്ടറിയിലോട്ടാണ് പോകുന്നത്. അപ്പം നോട്ടറിയെ കുറിച്ച് ഞാൻ 2 വാക്ക് സംസാരിക്കാം. നോട്ടറി എന്താണെന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? നമ്മൾ അറ്റസ്റ്റ് ചെയ്യാൻ പോകത്തില്ല, അതിനെയാണ് ഇവിടെ നോട്ടറി. ഞങ്ങളിവിടെ സ്ഥിരമായിട്ട് പോകുന്ന ഒരു നോട്ടറി ഒരാളുണ്ട് കേട്ടോ, ജോൺ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പുള്ളിക്ക് ഇപ്പോൾ ഏകദേശം എന്നെ പരിചയമുണ്ട്. എന്നെയും ബിബിനെയും കുച്ചുനെ അറിയാം. ഞങ്ങൾ 3 പേരും കൂടെയാണ് മിക്കവാറും പോവാറ്. ഇപ്പം വീക്കെൻഡ്സിലാണ് പോവാറ്. പക്ഷേ ഇന്നിപ്പോൾ എനിക്ക് കുറച്ച് ഫ്രീ ടൈം കിട്ടിയപ്പോൾ ബിബിൻ പറഞ്ഞു, നീ പോയിട്ട് അത് ചെയ്തിട്ട് വരാൻ. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ജോണിൻ്റെ അടുത്തോട്ടാണ് നോട്ടറിയിൽ പോകുന്നത്. നോട്ടറി പരിപാടിയായിരുന്നു കേട്ടോ ഇന്നത്തെ നമ്മുടെ മെയിൻ ടാസ്ക്. അത് അവസാനിച്ചു. നല്ല ആശ്വാസമുണ്ട്. എനിക്കിങ്ങനെ എന്നെ എന്തെങ്കിലും ഒരു റെസ്പോൺസിബിലിറ്റി ബേബിനെ ഏൽപ്പിച്ച് കഴിയുമ്പോഴല്ലോ എനിക്ക് ഭയങ്കര ടെൻഷൻ അത് കഴിയുന്നവരെ. എനിവേ ഗായ്സ്, അത് വളരെ സ്മൂത്തായിട്ട് അവസാനിച്ചു. അവിടെ ഞാൻ ചെന്നപ്പോഴാണ് എന്നോട് അവിടുത്തെ ഓഫീസർ ജോൺ പറയുന്നത്, ഇന്ന് 10:30 ഇവിടെ ഒരു എർത്ത്ക്വേക്ക് ഉണ്ടായിരുന്നു. ഏകദേശം 4.5 റെക്ടർ സ്കെയിലിൽ അത്രയും ഉള്ള ഒരു എർത്ത്ക്വേക്ക് ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനത് അറിഞ്ഞായിട്ട് ഒരു ഓർമ്മയില്ല. പുള്ളി അറിഞ്ഞെന്നാണ് പുള്ളി പറയുന്നത്. പുള്ളി എന്തോ എഴുതിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ പുള്ളിയുടെ പേന ഷെയ്ക്കായിരുന്നു. 10:30 ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? ഞാൻ ലാപ്ടോപ്പിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ ഞാനത് തിരിച്ചറിഞ്ഞില്ല കേട്ടോ. എനിവേ, ഇനി ഇവിടെ എർത്ത്ക്വേക്ക് ഉണ്ടാവുമെന്ന് എനിക്ക് പേടിയാവുന്നു. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ഗ്രോസറി ഷോപ്പിംഗ് ആണ്. ഭയങ്കര വലിയ ഷോപ്പിംഗ് ഒന്നും ഞാൻ ചെയ്യുന്നില്ല. തൽക്കാലം ഇന്നത്തേന് ഉച്ച കഴിഞ്ഞല്ലോ. ഇന്നും വൈകിട്ടും നാളത്തേനും കൂടെ ആയിട്ട് എന്തെങ്കിലും കുറച്ച് സാധനങ്ങൾ മേടിക്കാം. ഭയങ്കര വലിയ ഷോപ്പിംഗ് ഞാൻ ബിബിൻ്റെ കൂടെ പോയി ചെയ്യും. ബേസിക്കലി ഞാൻ മേടിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഫിഷ്.
കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞങ്ങളിങ്ങനെ ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുമായിരുന്നല്ലോ. അപ്പോൾ ട്രിപ്പ് പോകുമ്പം ഈ ബർഗറും സാൻഡ്വിച്ചും ഇനി അമേരിക്ക ഫുഡെല്ലാം കൂടെ കഴിച്ച് എനിക്ക് മതിയായി. ഇനിയിപ്പോൾ കുറേ നാളത്തിന് അതൊന്നും കഴിക്കുന്ന ആലോചിക്കാൻ കൂടി പോയി. അത്രയ്ക്ക് ഞാൻ അങ്ങ് മടുത്തുപോയി. അപ്പം നമ്മുടെ എന്തെങ്കിലും ചോറും നല്ല ചുമന്ന മീൻകറിയും പിന്നെ എന്തെങ്കിലും സാധാരണ എന്തെങ്കിലും വെജിറ്റബിൾസും പിന്നെ എന്തെങ്കിലും പുളിശ്ശേരിയൊക്കെ കഴിക്കാനായിട്ട് കൊതിയായിട്ട് പോയി ഗൈസ്. അപ്പം ഞാൻ ഇനി പോകാൻ പോകുന്നത്, ഞാൻ ഇതിനു മുന്നേ ഞാൻ നിങ്ങളെ കൊണ്ടുപോയിട്ടുണ്ട് ആ സ്ഥലത്ത്. എവിടെയാണെന്നോ, ഒരു ചൈനീസ് കടയിൽ നല്ല ഫിഷ് കിട്ടും, നല്ല നമ്മുടെ ടൈപ്പ് ഫിഷ് കിട്ടുന്ന ഒരു കടയിൽ ഞാൻ നിങ്ങളെ ഇതിനു മുന്നേ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം നമ്മൾ ജയമാർട്ടിലോട്ടാണ് പോകുന്നത്. ഒരു കാര്യം കേട്ടോ, ഞാൻ ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് എർത്ത്ക്വേക്ക് ഉണ്ടായ കാര്യം ബിബിനെ അറിഞ്ഞോ എന്ന് ഞാൻ ഒന്ന് അന്വേഷിച്ച് നോക്കട്ടെ. ഹലോ ഗായ്സ്, അപ്പം ഞാൻ ബിബിനെ വിളിച്ച് ചോദിച്ചു കേട്ടോ എർത്ത്ക്വേക്കിൻ്റെ കാര്യം. ബിബിന് അത്രയ്ക്ക് അങ്ങ് മനസ്സിലായില്ലെന്നാണ് പറഞ്ഞത്. പക്ഷെ ഓഫീസിൽ വേറെ ആർക്കോ ഒക്കെ മനസ്സിലായി. എനിവേ ഇവിടെ എർത്ത്ക്വേക്ക് ഉണ്ടായി, ഇനി ഇവിടെ കുലുങ്ങുമെന്തോ, എനിക്ക് ചെറിയൊരു പേടിയുണ്ട്. അപ്പോൾ നമ്മളിവിടെ ജയമാർട്ടിലെത്തി. ഇനി നമുക്ക് പോയിട്ട് എന്തെങ്കിലും മീൻ മേടിക്കാം. വെൽറ്റ് ഫിഷ്, കാർപ്പുണ്ട് കേട്ടോ ഇവിടെ, കാർപ്പ്. യെസ്, ഞാൻ ഇന്ന് മേടിക്കാൻ പോകുന്നത് കാർപ്പാണ്. ഈ കാർപ്പ് ഫിഷിന് എനിക്കൊരു കഥ പറയാനുണ്ട്. യെസ്, രേഷ്മ ചേച്ചി എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതേണ്ട എനിക്കിവിടെ കാർപ്പ് ഫിഷ് ഞാൻ മേടിക്കാൻ പോവാണ്. പിന്നെ ഇതെന്താ, നമ്മുടെ ക്യാറ്റ് ഫിഷ് ഉണ്ട്. പക്ഷേ കാർപ്പ് ഫിഷ് ഭയങ്കര ബിഗാണ് കേട്ടോ. ഇത് എനിക്ക് മുറിച്ചെടുക്കണം എന്നുള്ള ഒരു പണിയായിരിക്കും. പക്ഷേ വേറെ എന്ത് ഫിഷാണ് ഇത്? നമ്മുടെ നാട്ടിലെ പോലത്തെ എന്തോ മീൻ, ബട്ടർ ഫിഷ് ഉണ്ട്. പിന്നെ നമ്മുടെ ഇതുണ്ട്, ഇതേതാ നമ്മുടെ സ്ക്വിഡ് ഉണ്ട്. കഴിഞ്ഞ തവണ ഞാൻ ഇവിടെ വന്നപ്പോൾ ഈ മീനാണ് കേട്ടോ മേടിച്ചത്. ഈ മീൻ ഭയങ്കര വില കുറവാണ്, ലൈക്ക് $2 ഉള്ളൂ. കുറേ മീനുണ്ട്. ഇതെന്താണ് ഇവർ ഇത്ര വില കുറച്ച് വിൽക്കുന്നത് എനിക്കറിയത്തില്ല. പക്ഷെ അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള മീനാണ്. കഴിഞ്ഞ തവണ ഇത് മേടിച്ചു പറഞ്ഞാൽ ഞാൻ ഇത്തവണ ഇത് മേടിക്കുന്നില്ല. അവസാനം ഞാൻ ഈ കാർപ്പ് മാത്രമേ മേടിച്ചുള്ളൂ ഗൈസ്. ഇനി നമുക്ക് ഇവിടുന്ന് തന്നെ എന്തെങ്കിലും വെജിറ്റബിൾസ് മേടിക്കാം. അല്ലേ ഇനിയിപ്പോൾ ഇന്ത്യൻ കടയിൽ പോകാനുള്ള ക്ഷമ എനിക്കില്ല. ഞാൻ മൊത്തം ടൂറ് പോയിട്ട് ഒരു മുഖം മൊത്തം ടാനായി. യെസ്, അപ്പോൾ നമുക്കിവിടെ എന്താ വെജിറ്റബിൾസ് ഉള്ളതെന്ന് നോക്കാം കേട്ടോ. നമുക്ക് പറ്റിയ എന്തെങ്കിലുമൊക്കെ വെജിറ്റബിൾസ് കാണുമായിരിക്കും. വീട്ടിൽ കുറച്ച് മത്തങ്ങ ഇരിപ്പുണ്ട്, പിന്നെ തൈരുണ്ട്. മത്തങ്ങയും തൈരും കൂടെ മിക്സ് ചെയ്ത് എന്തെങ്കിലും അങ്ങനെ ഒരു കറി ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാം. മത്തങ്ങയും തൈരും കൂടെ. നമ്മുടെ ഇന്ത്യൻ വെജിറ്റബിൾസ് ഇവിടെ കുറവായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കാണിക്കുന്ന നീളം പയറുണ്ട് അവിടെ, എനിക്കത് മേടിക്കണമെന്ന് കുറച്ച് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ ഇലക്കറികളും, പിന്നെ അവസാനം എനിക്ക് കിട്ടിയത് വെണ്ടയ്ക്കാണ് കേട്ടോ. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മുടെ ജയമാർട്ടിലെ ഷോപ്പിംഗ് കഴിഞ്ഞു. ഞാൻ അവസാനം കാർപ്പ് മീനും പിന്നെന്താ വെണ്ടയ്ക്കയും മേടിച്ചു കേട്ടോ. മറ്റേ നീളമുള്ള പയർ മേടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഭയങ്കര എന്താ പറയുന്ന, ഭയങ്കര കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് എനിക്ക് തോന്നി. എന്ന് വെച്ചാൽ ഭയങ്കര പൈസ അല്ലെങ്കിലും ഇന്ത്യൻ കടയിൽ ഇതിലും വില കുറച്ച് കിട്ടും. അപ്പം ഞാൻ ആ പയർ വേണ്ടെന്ന് വെച്ചു. അവസാനം വെണ്ടയ്ക്കയും കാർപ്പ് ഫിഷും മേടിച്ചു. ഇനിയിപ്പോൾ അത് വീട്ടിൽ പോയിട്ട് പെട്ടെന്ന് കുക്ക് ചെയ്യണം. ഇനി അത് കുക്കിംഗ് വീഡിയോ കൂടെ കാണിക്കാൻ പോയാലുണ്ടല്ലോ ഈ വ്ലോഗ് ഭയങ്കര ലെങ്തി ആവും. അല്ലേ തന്നെ ഞാനൊരു 10 മിനിറ്റിൻ്റെ വീഡിയോ ഇട്ടാൽ തന്നെ ആരും കാണാറില്ല ഗൈസ്. അപ്പോൾ ഞാൻ ഈ ലെങ്തി വീഡിയോസും കൂടി ഇട്ടാൽ ആരും തിരിഞ്ഞു പോലും നോക്കത്തില്ല. അത് കാരണം ഞാൻ ഈ വ്ലോഗ് ഇവിടെ വൈൻഡ് ചെയ്യുകയാണ്. ഇനി എനിക്ക് വീട്ടിൽ പോയിട്ട് കുക്കിംഗ് ചെയ്യണം. പിന്നെ ട്രിപ്പ് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള പെട്ടിയൊക്കെ അടുക്കി വെക്കണം. പെട്ടിയിലെ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി പെട്ടിയൊക്കെ സെറ്റാക്കണം. അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ ഞാൻ പോവട്ടെ. So you guys take care. I will come soon with another video. Till then, tata bye bye. ഇനി ഇവിടെ ഭൂമി കുലുക്കമൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്ക് ചെറിയൊരു പേടിയുണ്ട് കേട്ടോ. കാരണം നമ്മുടെ തടിയുടെ വീടാകുമ്പോഴേ ഇപ്പോഴാണ് എനിക്ക് കറക്റ്റ് ഞാനും ഫീൽ ചെയ്തായിരുന്നു. ഒരു 10:45 ആ സമയമായപ്പോഴത്തേനും എന്തോ ഒരു ശബ്ദം ഞാൻ കേട്ടു കേട്ടോ. പക്ഷെ ഇങ്ങനെ ഭൂമി കുലുക്കമാണെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. അത് കാരണം ഞാൻ അതിനെക്കുറിച്ച് ഒത്തിരി ബോധർ ചെയ്തില്ല. പിന്നെയാണ് അറിഞ്ഞത് ഇത് ഭൂമി കുലുക്കമാണെന്നൊക്കെ. എനിവേ, ഞാൻ ഇനിയും കത്തി വെച്ചിരുന്ന നിങ്ങളുടെ സമയം പോവും, എൻ്റെയും സമയം പോവും. സോ യു ഗൈസ് ടേക്ക് കെയർ. ടാറ്റാ ബൈ.